ഹായ് ഗൈസ്, വെൽക്കം ടു അഫി വ്ളോഗ്സ്. നമ്മളിന്ന് ചെയ്യാൻ പോണത് കാട്ടാളൻ മൂവി റിവ്യൂ ആണ്. നമ്മൾ സിനിമ കണ്ടു, ഇതേ വന്നു, ഇരുന്നു, വീഡിയോ എടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അടുത്ത് ഈ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ആവറേജ് പടം, അത്രേ ഉള്ളൂ. ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമില്ല ഈ പടത്തിൽ, ഒന്നാമത്തെ കാര്യം. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഈ സിനിമയ്ക്ക് അതുള്ള പാട്ടും BGMസും എനിക്ക് അങ്ങോട്ട് വർക്കൗട്ടായില്ല. ഇതൊക്കെ എവിടെയൊക്കെയോ കേട്ടിട്ടുള്ള പോലെയൊക്കെ തോന്നണം. അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് വന്നിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് സ്റ്റോറി ബേസ് കുറച്ച് ലോയാണ്. അതായത് സിനിമ മൊത്തത്തിൽ ഫൈറ്റ് മാത്രമായി പോയോ എന്ന് എനിക്കൊരു തോന്നൽ. അടുത്ത കാര്യം, ഈ സിനിമ ചിലപ്പം ഹനീഫ് അദീനി ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു പടമാവേണ്ടതായിരുന്നു, ഇൻ മൈ ഒപ്പീനിയൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിലപ്പം എനിക്കിഷ്ടപ്പെട്ട രീതി അല്ലായിരിക്കും വേറൊരാൾക്ക് ഇഷ്ടം. അത് വേറെ ആർക്കെങ്കിലുമൊക്കെ കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ കാണും, ചിലപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും. ഇൻ മൈ ഒപ്പീനിയൻ ഇതൊരു ആവറേജ് പടം. എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഞാൻ ഇതിനെക്കാട്ടിയും ബ്രൂട്ടൽ സിനിമകൾ കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും. അതായത് ഇംഗ്ലീഷിൽ നമ്മളെ സിനിമ പേരെന്ന് പറയുന്നില്ല, അത്യാവശ്യം ഇതിനെക്കാട്ടി നല്ല ബ്രൂട്ടൽ സീൻസുള്ള പടങ്ങൾ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാമേ, അത് വേറൊരു കാര്യമുണ്ട്. ആൻഡ് പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, സുനിൽ കൊള്ളാം. സുനിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. മറ്റേ നമ്മളെ മാർക്കൊരു സൈറസായിട്ട് വരത്തില്ല പുള്ളിക്കാരൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ടായില്ല. പിന്നെ പെപ്പെ ഇടയ്ക്കിടയ്ക്ക് എന്നുവെച്ചാൽ ആ സിനിമ ഇങ്ങനെ കണ്ടുവരുമ്പം ഒന്ന് നമ്മൾ പവറായി വരും കേട്ടോ. ആ പവറായി വരുന്ന സമയത്ത് പെപ്പെ ഒരു ചിരി ചിരിക്കും. ആ ചിരി ഇരിക്കുമ്പം ആ പവർ അങ്ങ് പോവും. അത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ആ പെപ്പെ അതിൻ്റെ അകത്ത് അങ്ങനെ ആ ഒരു ചിരി ഇരിക്കണം, 2-3 അങ്ങനെ ചിരിക്കും. ആ ഒരു മാസം ഇങ്ങനെ വന്നിട്ട് ഒരു ചിരി ഇരിക്കുമ്പം തീർന്നവിടെ. പിന്നെ അടുത്ത കാര്യം, അതാണ് മെയിൻ കാര്യം. ഞാൻ ഈ സിനിമ കാണാൻ പോയതിൻ്റെ മെയിൻ കാരണമാണ് ഹനാൻ ഷാ. പുള്ളിക്കാരൻ കൊടുത്ത സീൻസൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉള്ള പ്രശ്നമെന്ന് പറയണത് ഹനാൻ ഷായ്ക്ക് ഡയലോഗില്ല. ഹനാൻ ഷായ്ക്കും പിന്നെ വേറെ ഒരുത്തനുണ്ട്, അവനും ഇവരെ കൂടെ ഉള്ളതന്നെ, പെപ്പയുടെ കൂടെ ഉള്ള 2 പേരാണ് ഹനാൻ ഷായും വേറൊരാളും കൂടെ. അവർക്ക് 2 പേർക്കും ഡയലോഗില്ല. അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ പോലെയായി. കാരണം ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഹനാൻ ഷായെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ കാണാൻ പോയത്, വേറെ ആരെയും കാണാൻ വേണ്ടിയിട്ടല്ല. ഹനാൻ ഷായ്ക്ക് നല്ലൊരു റോള് കാണും എന്നുള്ളത് ഓക്കെ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചെയ്യുന്ന റോള് കൊള്ളത്തില്ല എന്നല്ല, ഹനാൻ ഷാ അത് കൊള്ളാം, ബട്ട് ഡയലോഗില്ല, ആ ഒരു പ്രശ്നം. ഓക്കെ, ഇനി പറയാൻ പോണത് ചിലപ്പം സ്പോയിലറായി പോവും. സോ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കേൾക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സ്പോയിലർ കേൾക്കണ്ട എന്ന് താല്പര്യമുണ്ടെങ്കിൽ പോകാം. ഓക്കെ, പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഈ സിനിമ സത്യം പറഞ്ഞാൽ പുഷ്പ പോലെ ആ സെയിം പാറ്റേൺ പടം, അതാണ് എനിക്ക് പറയാനുള്ളത്. പുഷ്പ പോലെ സെയിം പാറ്റേൺ പടം, വലിയ ആഡംബരമൊന്നും തോന്നിയില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിൽ A സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ A സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇവിടെ ഈ മൂവി ടീം ചിലപ്പം കുറച്ചും കൂടെ ഒന്ന് ഫോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു UA സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നെ, മനസ്സിലായല്ലോ? അത്രയൊക്കെ ഉള്ളൂ. UAക്കുള്ളതും ഇല്ല. ഐ തിങ്ക് ഒരു 2 സീനെന്തോ അവിടെ ഇവിടെ ആയിട്ടുണ്ട്, 1-2 സീനുണ്ട് അവിടെ. ആ 2 സീനും കൂടെ ഇവർ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവർക്ക് മറ്റേ ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, എന്തോന്ന് UO അങ്ങനെ എന്തോ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ 2 സീന് കട്ട് ചെയ്ത് കളഞ്ഞാൽ. അല്ലാതെ ഈ സിനിമയ്ക്കകത്ത് ബ്രൂട്ടൽ സീൻസായിട്ടൊന്നുമില്ല. നമ്മൾ നോർമൽ പടങ്ങളിൽ കണ്ടുവരുന്ന സീൻസൊക്കെ തന്നെ ഇതിൻ്റെ അകത്തുള്ളൂ. പിന്നെ എന്തുവാ, പിന്നെ സിദ്ദിഖ്
ആവശ്യമില്ലായിരുന്നു. ആ റോള് സിദ്ദിഖ് തന്നെ ചെയ്യണമെന്നില്ല, വേറെ ആര് ചെയ്താലും മതിയായിരുന്നു ആ റോള്. പിന്നെ അവർ മനസ്സിലായല്ല, അതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിദ്ദിഖിനെ കൊണ്ട് വച്ചിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഒരു ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയോ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നി. അത് കഴിഞ്ഞ് എൻ്റെ ക്രെഡിറ്റ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സംഭവം കൊണ്ടുവന്ന് കാണിക്കും. അത് എനിക്ക് തോന്നുന്നു അതും കഴിഞ്ഞ് കുറച്ചും കൂടെ എന്തോ എനിക്ക് തോന്നണയാണ്, ഉറപ്പൊന്നുമില്ല. ആ സീന് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടായിരുന്നു. ഇവരിത് കട്ട് ചെയ്ത് കളഞ്ഞതുപോലെ ഒരു ഫീൽ എനിക്ക് അതിൽ. ലാസ്റ്റ് എന്തോ കൊണ്ടുവന്ന് പറയാൻ ശ്രമിച്ച്, പക്ഷെ അതങ്ങോട്ട് ഫുൾഫില്ലായില്ല. വന്ന് പകുതി വരെ പറഞ്ഞിട്ട് നിർത്തിയിട്ട് പോകൂലേ, ആ ഒരു ഫീൽ വന്നു ലാസ്റ്റ് ഒരു സാധനം കാണിച്ചപ്പം. പിന്നെ ഇതിൻ്റെ അകത്തൊന്നുമില്ല. ആൻഡ് ഇതൊരു തിയേറ്ററിക്കൽ വാച്ചാണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഇത് താല്പര്യമുള്ളവർ പോയി കണ്ടാൽ മതി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഭയങ്കര ആന സംഭവമൊന്നുമല്ല, കുഴപ്പമില്ല, കൊള്ളാം എന്നുള്ളൊരു. നിങ്ങൾക്ക് ഒരു 2.5 മണിക്കൂർ 2.5 മണിക്കൂർ കളയാൻ, ഒരു 150 രൂപയും കളഞ്ഞ് ഒരു 2.5 മണിക്കൂർ കളയാൻ സമയമുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, പോയിരുന്ന് കാണാം. ഓക്കെ, നമ്മൾ സിനിമയുടെ കാര്യമെല്ലാം പറഞ്ഞു തീർന്നിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് പറയാൻ പോണത് തിയേറ്റർ. ഞാൻ കാണാൻ പോയത് കൃഷ്ണ തിയേറ്റർ കഴക്കൂട്ടം. തിയേറ്റർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്ന് പറയണത്, അവിടെ 150 രൂപയും 130 രൂപയാണ് ടിക്കറ്റ്. അതിങ്ങനെ പടി പോലെ ഉണ്ടല്ലോ, നമ്മൾ മറ്റേ കൈരളിയിലൊക്കെ പോയവർക്ക് അറിയാം, ഇങ്ങനെ പടി പോലെ വന്നിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഇതാണ്. പക്ഷേ കൈരളിയിൽ ഫസ്റ്റ് റോ തൊട്ട് ലാസ്റ്റ് റോ വരെ 140 സംതിങ് എന്തോ ഉള്ളൂ. ഇത് ഫസ്റ്റത്തെ ഒരു 5 റോ 130, ബാക്കിലത്തെ ഒരു 5 റോ 150. സത്യം പറഞ്ഞാൽ ആ സീറ്റിങ്ങും വലിയ സുഖം തോന്നിയില്ല എനിക്ക്. 150-നുള്ളതൊന്നുമില്ല, ഒരു 120-125 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ ആ സീറ്റ് ഓക്കെയാണ്. അവിടുത്തെ സൗണ്ടും എനിക്ക് വലിയ ഫീല് കിട്ടിയില്ല അങ്ങോട്ട്. ആൻഡ് അവിടെ ഫാന് വെച്ചിരിക്കുന്നത്, അവിടെ AC ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. സാധാരണ തിയേറ്ററിലൊക്കെ പോകുമ്പം ഒരു ഇൻ്റർവെല്ല് ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പം കുറച്ച് AC-യുടെ തണുപ്പ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഫീൽ ചെയ്യും. ആ ഒരു ഫീൽ ഇവിടെ വന്നിട്ടില്ല. അവർ സ്പീക്കർ നമ്മളെ ഭയങ്കര അടുത്തായിട്ടുള്ളൊരു തോന്നൽ. സോ എനിക്ക് ആ തിയേറ്റർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ പോണതല്ല അവിടെ. ഞാൻ എന്തായാലും എന്നുവെച്ചാൽ ട്രിവാൻഡ്രം സിറ്റിക്ക് അകത്തുള്ള തിയേറ്റേഴ്സ് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തിയേറ്റർ 7 മണിക്ക് ഷോയും കണ്ടുകൊണ്ട് ഓക്കെ, എന്തായാലും എൻ്റെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും 10 കിലോമീറ്ററല്ലേ, ജസ്റ്റ് പോയി നോക്കാം, ആ തിയേറ്റർ എങ്ങനെ കൊള്ളാമെങ്കിൽ പോകാം എന്നുള്ളൊരു എനിക്കിഷ്ടപ്പെട്ടില്ല. 150 രൂപയ്ക്കുള്ളതൊന്നുമില്ല, ഒരു 120, 125, 130 ഓക്കെയാണ്, 130 വരെ ഓക്കെയാണ്, അതിന് മേളിലോട്ടുള്ള ഇല്ല. ആൻഡ് ഞാൻ അവിടെ നിന്നൊരു പോപ്കോൺ വാങ്ങിച്ച്, ആരും പോപ്കോൺ വാങ്ങിക്കല്, പോപ്കോൺ കൊള്ളത്തില്ല, ഞാൻ ചുമ്മാ വാങ്ങിച്ച് കഴിച്ചു. അത് വെച്ചാൽ രാത്രിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങിച്ച് തിന്നതാണ്, അറിയാതെ വാങ്ങിച്ച് തിന്നുപോയി. പക്ഷെ പോപ്കോണിന് വില കുറവാണ് അവിടെ, 100 രൂപ സംതിങ് എന്തോ ഉള്ളൂ. ബാക്കിയുള്ളടുത്ത് അപേക്ഷിച്ച് അവിടെ 100 രൂപ സംതിങ് എന്തോ ഉള്ളൂ. ബട്ട് എന്നാലും കൊള്ളത്തില്ല, പോപ്കോണും കൊള്ളത്തില്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയില്ല. അപ്പം കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക. മസ്റ്റ് തിയേറ്ററിൽ വാച്ചൊന്നുമല്ല, കുഴപ്പമില്ലാത്തൊരു പടം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ബ്രൂട്ടൽ സീൻസ് ഒന്നുമില്ല. ബൈ, അത്രേ ഉള്ളൂ. ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.